നമസ്കാരം. പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ നിറയെ പക്ഷികൾ താമസിച്ചിരുന്നു. ഒരു തരം പക്ഷികളൊന്നുമല്ല കേട്ടോ, പലതരം പക്ഷികൾ. അവരുടെ കൂട്ടായിട്ടുള്ളൊരു താമസ സ്ഥലം. ആ കൂട്ടത്തിൽ ഒരു കൂട്ടിൽ ഒരു കഴുകൻ താമസിച്ചിരുന്നു. നിങ്ങൾക്കറിയാലോ, കഴുകൻ എന്ന് പറഞ്ഞാൽ മറ്റു പക്ഷികളൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പക്ഷിയാണെങ്കിലും അത് മറ്റു പക്ഷികളെയും പക്ഷികളുടെ മുട്ടകളും ഒക്കെ തിന്നും. അങ്ങനെ ഒരു കഴുകൻ. പക്ഷേ ആ കഴുകന് വളരെ 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 വയസ്സായിരുന്നു. ആ കഴുകൻ്റെ കൊക്കിൻ്റെ മൂർച്ചയൊക്കെ കുറേശ്ശെ കുറഞ്ഞു പോയിരുന്നു. കാലിൻ്റെ നാക്കൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. കണ്ണാണെങ്കിൽ ഒട്ടും കാണൂല. അപ്പം പാവം കഴുകൻ, അതിന് ഭക്ഷണം പോകാനൊന്നും പുറത്തു പോകാനൊന്നും വയ്യ, ഇര പിടിക്കാനൊന്നും വയ്യ. അപ്പോൾ മറ്റു പക്ഷികൾക്കൊക്കെ അതിനോട് ഒരു സഹതാപം തോന്നി. അവരെന്ത് ചെയ്യും? അവർ ഇര തേടി പോകുമ്പോൾ ഈ ഒരു ലേശം ഭക്ഷണം എല്ലാ പക്ഷികളും ആർക്ക് കൊണ്ടുവന്ന് കൊടുക്കും? ഈ കഴുകന് കൊണ്ടുവന്ന് കൊടുക്കും. ആ ഭക്ഷണം കഴിച്ച് ആ കഴുകൻ അവിടെ സുഖമായിട്ട് താമസിച്ചിരുന്നു. പക്ഷെ ഒരു ഗുണം ഈ പക്ഷികൾക്കുണ്ട് കേട്ടോ. ഈ കഴുകൻ താമസിക്കുന്നുണ്ട്. ഈ പക്ഷിക്കുട്ടികളെ തിന്നാൻ വരുന്ന പൂച്ചയോ അതുപോലെ കീരി അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ വരുമ്പോൾ ഈ കഴുകൻ്റെ പക്ഷിക്കുട്ടികൾ വല്ലാണ്ട് പേടിച്ച് ശബ്ദം ഉണ്ടാക്കും. അത് കേട്ടാൽ കഴുകൻ തല പുറത്തേക്കിട്ട് നോക്കിയിട്ട് ഒരൊച്ച ഉണ്ടാക്കും. ആരാ എന്താണെന്നൊക്കെ ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ഈ ജന്തുക്കൾ പേടിച്ചു കൊടുക്കും. കാരണം കഴുകൻ അവരെയൊക്കെ ആക്രമിക്കാൻ ശക്തിയുള്ള പക്ഷിയാണ്. അതാണ് അവർക്കുള്ള ഗുണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നല്ല സാമർഥ്യക്കാരനായിട്ടുള്ള ഒരു പൂച്ച അവിടെ എത്തി. അവൻ പതുക്കെ താഴത്തുനിന്ന് നോക്കുമ്പോൾ നല്ല മണം, പക്ഷിക്കുട്ടികളുടെ ഇളം ഇറച്ചിയുടെ മണം. അത് കേട്ടപ്പോൾ അവൻ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പം മുകളിലേക്ക് പൂച്ച കയറാൻ തുടങ്ങിയപ്പോൾ അത് കണ്ട പക്ഷിക്കുട്ടികൾ പേടിച്ച് അരണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഈ കഴുകൻ എന്ത് ചെയ്തു? തല പുറത്തേക്ക് ഇട്ടിട്ട് നോക്കിയിട്ട് ചോദിച്ചു, ആരാ അത്, എന്താ അവിടെ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഈ കഴുകനെ കണ്ടപ്പോൾ പൂച്ച വേഗം പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. പക്ഷെ അവനൊരു പന്തികേട് തോന്നി. കാരണം ഒരു കഴുകൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വരണ്ടേ, അത് വന്നില്ല എന്താവും എന്നിങ്ങനെ ആലോചിച്ച് വീണ്ടും അവൻ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ കഴുകൻ വീണ്ടും തല പുറത്തേക്കിട്ടു കുട്ടികളുടെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ കഴുകൻ്റെ അവസ്ഥ ഏതാണ്ട് പൂച്ചയ്ക്ക് പിടികിട്ടി. അവന് കണ്ണ് കാണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പൂച്ച എന്ത് ചെയ്തു? പതുക്കെ മുകളിലേക്ക് കയറി ചെന്നിട്ട് കഴുകനോട് പറഞ്ഞു, അയ്യോ, അങ്ങ് വളരെ ജ്ഞാനവൃദ്ധനാണ്, വയസ്സായിട്ടുള്ള ആളാണ്, അങ്ങക്ക് നല്ല അറിവുണ്ടെന്നറിയാം, അങ്ങനെ പക്ഷികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അറിവുകൾ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അല്ലല്ല, നീ മറ്റു പക്ഷികളെ ഉപദ്രവിക്കാൻ വന്നതല്ലേ ചോദിച്ചു. പൂച്ച പറഞ്ഞേ, അല്ല, ഞാൻ അതൊക്കെ ഒഴിവാക്കി, ഞാൻ ഒരു പക്ഷികളെ ഇപ്പോൾ ഉപദ്രവിക്കാറില്ല, ഞാൻ നല്ല സസ്യഭുക്കാണ്, പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കൂ, പഴങ്ങളോ ഒക്കെയാണ് കഴിക്കുക. അത് കേട്ടപ്പോൾ കഴുകനും ഇത്തിരി ഒരു തോന്നി, എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നതല്ലേ, ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പൂച്ച അങ്ങനെ സംശയം ചോദിക്കേണ്ട കൂട്ടത്തിൽ അപ്പുറത്തെ കൂടുകളിലുള്ള പക്ഷിക്കുട്ടികളെ പിടിച്ചിട്ട് തിന്നണമുണ്ട്. അങ്ങനെ വൈകുന്നേരമായി. കുറച്ചൊക്കെ പൂച്ചയുടെ വയറൊക്കെ നിറഞ്ഞപ്പോൾ പൂച്ച പതുക്കെ അവിടുന്ന് യാത്ര പറഞ്ഞു പോയി. വൈകുന്നേരമായപ്പോൾ ഇര തേടിപ്പോയ തവള പക്ഷികൾ വന്നു തുടങ്ങി. വന്നു നോക്കുമ്പോൾ കൂടുകളിൽ കുട്ടികളെ കാണാനില്ല. പലതിനെയും ആരോ പിടിച്ചുകൊണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷികളൊക്കെ കരച്ചിലായി. അതിൻ്റെ ഇടയിൽ ഒരു പക്ഷി ഈ കഴുകനോട് ചെന്നിട്ട് എന്താ ഉണ്ടായെന്നറിയാൻ വിചാരിച്ചിട്ട് ചെന്ന് ചോദിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ എന്താ സ്ഥിതി? കഴുകൻ്റെ കൂട്ടിൽ പക്ഷിക്കുട്ടികളുടെ എല്ലും ചിറകും ഒക്കെ കിടക്കണു. അത് കണ്ടപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? ഈ കഴുകനാണ് പക്ഷിക്കുട്ടികളെ കൊന്നേ വിചാരിച്ചു. എന്നിട്ട് ആ പക്ഷികളൊക്കെ പാടെ കൂടി ആ കഴുകനെ കുത്തി കൊന്നു. അപ്പോൾ നല്ല കൂട്ടുകെട്ടല്ല നമുക്കുണ്ടായതെങ്കിൽ നമുക്കും നാശം ഉണ്ടാവും. അപ്പോൾ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഓക്കേ.